ബീഹാറിലെ പൂർണിയ MP പപ്പു യാദവ് അറസ്റ്റിൽ. വ്യാജരേഖ ചമച്ച കേസിലാണ് അറസ്റ്റ്. 31 വർഷം പഴക്കമുള്ള കേസിൽ നാടകീയ രംഗങ്ങൾക്കൊടുവിലായിരുന്നു അറസ്റ്റ്. 1995 രജിസ്റ്റർ ചെയ്ത വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. തന്റെ വീട് വഞ്ചനാപരമായി വാടകയ്ക്കെടുത്ത് MP ഓഫീസാക്കി മാറ്റിയെന്ന വിനോദ് ബിഹാരി ലാൽ എന്ന വ്യക്തിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ 3 പതിറ്റാണ്ട് നീണ്ട കേസിനൊടുവിലാണ് ഇപ്പോൾ പപ്പു യാദവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നോബൽ? അരുൺ, 1995 ഒരു വ്യാജരേഖ ചമച്ച കേസിലാണ് ഇപ്പോൾ പൂർണിയ MP പപ്പു യാദവ് അറസ്റ്റിലായിരിക്കുന്നു എന്ന് മാത്രമല്ല, വലിയ നാടകീയ രംഗങ്ങൾ ഇന്നലെ പൂർണിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പപ്പു യാദവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തുന്നു. അയാൾ അറസ്റ്റിന് വഴങ്ങുന്നില്ല. അത് മാത്രമല്ല, തന്നെ വധിക്കാൻ വേണ്ടിയാണ് പോലീസുകാർ സിവിൽ ഡ്രസ്സിൽ എത്തിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ പപ്പു യാദവ് ഉന്നയിക്കുന്നു. നേരം പപ്പു യാദവിന്റെ അനുയായികളും പോലീസ് തമ്മിൽ ഉന്തും തള്ളും തർക്കവും എല്ലാം ഉണ്ടാകുന്നു. അതിന് ഒടുവിലാണ് പപ്പു യാദവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ ഉണ്ടാകുന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. സ്ട്രെച്ചറിൽ കിടത്തി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഏതാണെങ്കിലും വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് പറയാൻ കഴിയും. പോലീസ് വ്യക്തമാക്കുന്നത് MBMLA കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. കേസിൽ പപ്പു യാദവ് നിരവധി തവണ ഹാജരായില്ല. അതിന് പിന്നാലെ വാറണ്ട് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കടന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും പപ്പു യാദവിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. കോടതി ജാമ്യത്തിൽ വിടുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും വലിയ നാടകീയ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന അടക്കമുള്ള വലിയ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. പപ്പു യാദവിന്റെ ഒരു അനുയായി ഒപ്പം പോകാനുള്ളൊരു അനുമതി എന്താണെങ്കിലും ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. മരുന്നടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിന് ഒരു അനുയായി കൂട്ടാനുള്ള അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് പൂർത്തിയാക്കിയത്. തന്നെ വധിക്കാൻ വേണ്ടി പോലീസുകാർ സിവിൽ ഡ്രസ്സിൽ അടക്കം എത്തി എന്ന ആരോപണമാണ് ഇന്നലെ പപ്പു യാദവ് ഉന്നയിച്ചത്. അത് മാത്രമല്ല, തനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് ഇല്ല എന്നും താൻ നേരിട്ട് കോടതിയിൽ പോകാൻ പ്രാപ്തനാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല. പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത്. ഏതായാലും അനുയായികളും പോലീസും തമ്മിൽ വലിയ ഉന്തുതള്ളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാവുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കേസേ കൊടുത്തിട്ട് 31 വർഷം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിന്റെയൊക്കെ ശക്തി ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ഈ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു നീതിയും കിട്ടൂല എന്നുള്ളത്. 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ. വ്യാജരേഖ ചമച്ച കേസാണ്, നല്ല വ്യക്തമായ തെളിവുകളുള്ള കേസാണ്.